കൊച്ചി നഗരം കനത്ത മഴയിൽ മുങ്ങിനിവർന്ന ഒരു അർദ്ധരാത്രി. CBI സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ മിടുക്കനായ ഓഫീസർ ദേവനാഥിൻ്റെ ഫോൺ ശബ്ദിച്ചു. മറുതലയ്ക്കൽ കൺട്രോൾ റൂമിൽ നിന്നായിരുന്നു. സർ, നഗരത്തിലെ പ്രമുഖ യുവ വ്യവസായിയും മുൻ മന്ത്രിയുടെ മകനുമായ സിദ്ധാർത്ഥ് വർമ്മ തൻ്റെ ആഡംബര വില്ലയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ദേവനാഥ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം വില്ലയുടെ ലിവിംഗ് റൂമിലായിരുന്നു. ക്രൂരമായ രീതിയിൽ കഴുത്തറുത്താണ് അയാൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദേവനാഥിനെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ നെറ്റിയിൽ രക്തം കൊണ്ട് വലിയൊരു X അടയാളം വരച്ചിട്ടുണ്ടായിരുന്നു. മൃതദേഹത്തിന് തൊട്ടരികിൽ നിന്ന് ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന സ്വർണ്ണ ബ്രേസ്ലെറ്റ് വീണ് കിടപ്പുണ്ടായിരുന്നു. അതിൽ M എന്ന അക്ഷരം കൊത്തിവെച്ചിരുന്നു. ദേവനാഥ് തൻ്റെ അസിസ്റ്റന്റ് അലക്സിനോട് വില്ലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അല്പസമയത്തിനകം അലക്സ് ലാപ്ടോപ്പുമായി ഓടി വന്നു. സർ, രാത്രി 10:30 കറുത്ത കോട്ടിട്ട ഒരാൾ വില്ലയിലേക്ക് കയറിപ്പോകുന്നത് കാണാം. മുഖം വ്യക്തമല്ല. പക്ഷേ അലക്സ് ഒന്ന് മടിച്ചു. പക്ഷേ എന്ത് അലക്സ്? ദേവനാഥ് ചോദിച്ചു. സർ, അയാൾ വന്ന ആഡംബര കാറിൻ്റെ നമ്പർ പ്ലേറ്റ് നമ്മൾ ട്രാക്ക് ചെയ്തു. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ CBI ജോയിൻറ്റ് ഡയറക്ടർ മാധവൻ സാറിൻ്റെ ഔദ്യോഗിക കാറാണ്. വാർത്ത കേട്ട് ദേവനാഥ് സ്തംഭിച്ചു പോയി. സ്വന്തം മേലുദ്യോഗസ്ഥൻ ഈ കൊലപാതകത്തിൽ പങ്കാളിയാണോ? അതോ മാധവൻ സാറിനെ ആരോ ചതിക്കുകയാണോ? നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ദേവനാഥ് തീരുമാനിച്ചു. നിഴലിലെ ശത്രു തൻ്റെ സ്വന്തം മേലുദ്യോഗസ്ഥനായ CBI ജോയിൻറ്റ് ഡയറക്ടർ മാധവൻ്റെ കാറാണ് ക്രൈം സീനിൽ കണ്ടതെന്ന വാർത്ത ദേവനാഥിനെ ഞെട്ടിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ദേവനാഥ് മാധവൻ്റെ ഓഫീസിലെത്തി. മാധവൻ സർ, ഇന്നലെ രാത്രി നിങ്ങളുടെ ഔദ്യോഗിക കാർ എവിടെയായിരുന്നു? ദേവനാഥ് നേരിട്ട് ചോദിച്ചു. മാധവൻ ശാന്തനായി സിഗരറ്റ് പുകച്ചുകൊണ്ട് മറുപടി നൽകി. ദേവൻ, ഇന്നലെ രാത്രി 9 മണിക്ക് ഡ്രൈവർ എന്നെ വീട്ടിൽ വിട്ടതിനു ശേഷം കാർ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഗ്യാരേജിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആരെങ്കിലും അത് വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച് കടത്തിയതാകാം. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. മരണത്തിന് തൊട്ടു മുമ്പ് അയാളുടെ വൈനിൽ സ്കോപോളമൈൻ എന്ന മയക്കുമരുന്ന് കലർന്നിരിക്കുന്നതായി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിദ്ധാർത്ഥിന് പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത്. പെട്ടെന്ന് ദേവനാഥിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. അന്വേഷണം മുകളിലേക്ക് നീട്ടേണ്ട ദേവൻ, താഴേക്ക് നോക്കൂ. M എന്നാൽ മാധവനല്ല, മീരയാണ്. മീര, സിദ്ധാർത്ഥിൻ്റെ മുൻ കാമുകിയും നഗരത്തിലെ പ്രമുഖ മോഡലുമായ മീര രാംദാസ്. ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ബ്രേസ്ലെറ്റിലെ M മീരയുടേതാണോ? ദേവനാഥ് നേരെ മീരയുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു. ദേവനാഥിനെ കണ്ടപ്പോൾ തന്നെ മീര പരിഭ്രാന്തയായി. ക്രൈം സീനിൽ നിന്ന് കിട്ടിയ സ്വർണ്ണ ബ്രേസ്ലെറ്റിൻ്റെ ചിത്രം ദേവനാഥ് അവളെ കാണിച്ചു. ഇത് എൻ്റെ ബ്രേസ്ലെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് 1 മാസം മുൻപ് എനിക്ക് നഷ്ടപ്പെട്ടതാണ്. മീര കൈകൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥുമായി നിങ്ങൾക്ക് എന്തായിരുന്നു ബന്ധം? ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. പക്ഷേ അവൻ എന്നെ ചതിക്കുകയായിരുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയായിരുന്നു അവൻ്റെ വിനോദം. എൻ്റെ ചില സ്വകാര്യ ചിത്രങ്ങൾ അവൻ്റെ കൈവശമുണ്ടായിരുന്നു. അത് തിരികെ വാങ്ങാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ അവനെ കൊന്നിട്ടില്ല സർ. മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് സത്യമാണോ എന്ന് ദേവനാഥൻ ചിന്തിച്ചു. പെട്ടെന്ന് ദേവനാഥിൻ്റെ അസിസ്റ്റന്റ് അലക്സ് ഓടി വന്നു. സർ, സിദ്ധാർത്ഥിൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പും ഒരു ചുവന്ന ഡയറിയും വില്ലയിൽ നിന്ന് കാണാതായിട്ടുണ്ട്. കൊലയാളിയുടെ ലക്ഷ്യം അതായിരിക്കാം. അതേസമയം ഫോറൻസിക് ലാബിൽ നിന്ന് മറ്റൊരു വിവരം കൂടി പുറത്തു വന്നു. സിദ്ധാർത്ഥിൻ്റെ നെറ്റിയിൽ വരച്ച X അടയാളം സാധാരണ ചോരയല്ല, അത് പക്ഷിയുടെ ചോരയാണ്. കൊലയാളി മനഃപൂർവ്വം പോലീസിനെ വഴിതിരിക്കാൻ ചെയ്ത ഒരു ആചാരം പോലെ തോന്നിച്ചു അത്. ജയിലിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ ദേവനാഥിൻ്റെ കാറിന് നേരെ ഒരു വലിയ ലോറി പാഞ്ഞു വന്നു. മനസാന്നിധ്യം കൊണ്ട് ദേവനാഥ് കാർ വെട്ടിച്ചതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ലോറി നിർത്താതെ ഓടിച്ചുപോയി. ഇത് അപകടമല്ല, വധശ്രമമാണെന്ന് ദേവനാഥിന് ഉറപ്പായി. താൻ ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ തെളിവായിരുന്നു ആ ആക്രമണം. അന്ന് രാത്രി ദേവനാഥിൻ്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ഒരു അജ്ഞാത ഫയൽ വന്നു. അത് സിദ്ധാർത്ഥിൻ്റെ ഫോൺ കോൾ റെക്കോർഡുകളായിരുന്നു.
മരണദിവസം രാത്രി 10 മണിക്ക് സിദ്ധാർത്ഥിനെ അവസാനം വിളിച്ച നമ്പർ ട്രാക്ക് ചെയ്തപ്പോൾ അത് ചെന്നെത്തിയത് കൊച്ചിയിലെ ഡാർക്ക് നൈറ്റ്സ് എന്നൊരു ആഡംബര ക്ലബിലാണ്. കൂടാതെ ആ നമ്പറിൻ്റെ ഉടമസ്ഥൻ മറ്റാരുമല്ല, CBI ഓഫീസർ മാധവൻ്റെ മകൻ റോണി മാധവൻ ആയിരുന്നു. റോണിയെ ചോദ്യം ചെയ്യാനായി ദേവനാഥ് മാധവൻ്റെ വീട്ടിൽ വീണ്ടും എത്തി. എന്നാൽ റോണി അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞു എന്ന് മാധവൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ സർ? ദേവനാഥ് ദേഷ്യത്തോടെ ചോദിച്ചു. ദേവൻ, നീ അതിര് ലംഘിക്കുകയാണ്. എൻ്റെ മകന് ഇതിൽ പങ്കില്ല, മാധവൻ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ദേവനാഥ് പിന്മാറിയില്ല. അയാൾ റോണിയുടെ മുറി രഹസ്യമായി പരിശോധിച്ചു. അവിടെ ഒരു ഡസ്റ്റ്ബിന്നിൽ നിന്നും കീറിപ്പറിഞ്ഞ കുറച്ച് പേപ്പറുകൾ കിട്ടി. അത് ഒട്ടിച്ചു നോക്കിയ ദേവനാഥ് ഞെട്ടിപ്പോയി. അത് സിദ്ധാർത്ഥിൻ്റെ വില്ലയുടെ ബ്ലൂ പ്രിൻറ്റും സെക്യൂരിറ്റി കോഡുകളുമായിരുന്നു. അതിനർത്ഥം കൊലയാളിക്ക് വില്ലയ്ക്കുള്ളിലേക്ക് എളുപ്പത്തിൽ കയറാൻ സഹായിച്ചത് റോണിയാണ്. പക്ഷേ റോണി എന്തിനാണ് സിദ്ധാർത്ഥിനെ കൊല്ലുന്നത്? അവർ തമ്മിൽ എന്ത് ഇടപാടാണ് ഉണ്ടായിരുന്നത്? ബാംഗ്ലൂരിലേക്ക് കടന്ന റോണിയെ പിടികൂടാൻ ദേവനാഥും അലക്സും അങ്ങോട്ട് തിരിച്ചു. അവിടെ ഒരു രഹസ്യ താവളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു റോണി. CBI സംഘം വരുന്നത് കണ്ട് റോണി ഓടാൻ ശ്രമിച്ചെങ്കിലും ദേവനാഥ് അവനെ കീഴ്പ്പെടുത്തി. പറയൂ റോണി, നീ എന്തിനാണ് സിദ്ധാർത്ഥിനെ കൊന്നത്? ദേവനാഥ് തോക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അവനെ കൊന്നിട്ടില്ല സർ. ഞാൻ ചുവന്ന ഡയറി മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ പോയത്. സിദ്ധാർത്ഥ് ആ ഡയറി വെച്ച് എൻ്റെ പപ്പയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. പപ്പയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ സെക്യൂരിറ്റി കോഡ് വാങ്ങി അവിടെ പോയത്. പക്ഷേ റോണി വിറച്ചു. പക്ഷേ എന്ത്? ഞാൻ ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് മരിച്ചു കിടക്കുകയായിരുന്നു. അവൻ്റെ നെറ്റിയിൽ ആ ചോര അടയാളം ഉണ്ടായിരുന്നു. പേടിച്ചു പോയ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഡയറിയും ലാപ്ടോപ്പും എടുത്ത് ഓടി രക്ഷപ്പെട്ടു. വിശ്വസിക്കൂ സർ, ഞാൻ കൊലയാളിയല്ല. ആ ഡയറി ഇപ്പോൾ എവിടെ? ദേവനാഥ് ഗർജിച്ചു. അതെൻ്റെ ബാഗിലുണ്ട്. റോണി ബാഗിലേക്ക് കൈ ചൂണ്ടി. പക്ഷേ ബാഗ് തുറന്ന് ദേവനാഥ് കണ്ടത് ശൂന്യമായ ഒരു അറയാണ്. ഡയറി ആരോ ഇതിനകം തന്നെ മോഷ്ടിച്ചിരിക്കുന്നു. റോണിയെയും കൂട്ടി ദേവനാഥ് കൊച്ചിയിലേക്ക് തിരിച്ചു. വഴിമധ്യേ അലക്സിന് ഒരു ഫോൺ കോൾ വന്നു. ഫോറൻസിക് ടീം വില്ലയിലെ CCTV ദൃശ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചപ്പോൾ ഒരു പുതിയ കാര്യം കണ്ടെത്തിയിരിക്കുന്നു. കറുത്ത കോട്ടിട്ട ആൾ രാത്രി 10:30 കയറി 11:15 പുറത്തുപോയി. എന്നാൽ രാത്രി 11:20 വില്ലയുടെ പിന്നിലെ തോട്ടത്തിലൂടെ മറ്റൊരു നിഴൽ രൂപം പുറത്തേക്ക് പോകുന്നത് ക്യാമറയുടെ ഒരറ്റത്ത് പതിഞ്ഞിട്ടുണ്ട്. അതായത് റോണി പോയതിന് ശേഷമാണ് യഥാർത്ഥ കൊലയാളി വില്ലയിൽ നിന്ന് പുറത്തു കടന്നത്. റോണി ചെന്നപ്പോൾ സിദ്ധാർത്ഥിന് ബോധമില്ലായിരുന്നു. റോണി ഡയറിയും എടുത്ത് പോയതിനു തൊട്ടു പിന്നാലെയാണ് ആ മൂന്നാമൻ വില്ലയിൽ കയറി സിദ്ധാർത്ഥിൻ്റെ കഴുത്തറുത്തത്. ആ മൂന്നാമൻ ആരാണ്? പെട്ടെന്ന് ദേവനാഥിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ സന്ദേശം വന്നു. അത് തുറന്ന ദേവനാഥ് സ്തംഭിച്ചുപോയി. അപ്പുറത്ത് കെട്ടിയിട്ട നിലയിൽ മീരയായിരുന്നു. അവളുടെ പിന്നിൽ മുഖം മൂടി ധരിച്ച ഒരാൾ തോക്കുമായി നിൽക്കുന്നു. ദേവനാഥ്, ചുവന്ന ഡയറി നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി 12 മണിക്ക് പഴയ അഴുകിയ ബോട്ട് യാർഡിലേക്ക് അത് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ മീരയുടെ ശവം ഒഴുകി നടക്കും. പോലീസ് വേണ്ട, നീ ഒറ്റയ്ക്ക് വന്നാൽ മതി. സമയം രാത്രി 11:45. വിജനമായ ബോട്ട് യാർഡിൽ കനത്ത ഇരുട്ടായിരുന്നു. ദേവനാഥ് കയ്യിലൊരു ഡയറിയുമായി അവിടെ എത്തി. ഇരുട്ടിൽ നിന്ന് മുഖം മൂടി ധരിച്ച ആ രൂപം മീരയുടെ കഴുത്തിൽ തോക്ക് ചൂണ്ടി പുറത്തേക്ക് വന്നു. ഡയറി എവിടെ ദേവൻ? ആ രൂപം ചോദിച്ചു. ശബ്ദം മാറ്റിപ്പിടിച്ചിരിക്കുന്നു. ഡയറി ഇവിടെയുണ്ട്. പക്ഷേ എനിക്കറിയണം നീ ആരാണ്. എന്തിനാണ് സിദ്ധാർത്ഥിനെ കൊന്നത്? എന്തിനാണ് ഈ X അടയാളം? ദേവനാഥ് ചോദിച്ചു. മുഖംമൂടിക്കാരൻ ക്രൂരമായി ചിരിച്ചു. അത് പോലീസിനെ കുഴപ്പിക്കാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു ദേവൻ. സിദ്ധാർത്ഥ് ആ ചുവന്ന ഡയറി വെച്ച് എന്നെ നശിപ്പിക്കാൻ നോക്കി. 5 വർഷം മുൻപത്തെ ബാങ്ക് കൊള്ളയുടെ യഥാർത്ഥ സൂത്രധാരൻ ഞാനായിരുന്നു. ആ പണം ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ സാമ്രാജ്യം വളർത്തിയത്. സിദ്ധാർത്ഥ് അത് പുറത്തുവിടുമെന്ന് പറഞ്ഞപ്പോൾ അവനെ തീർത്തു.
മീരയുടെ ബ്രേസ്ലെറ്റ് മോഷ്ടിച്ച് അവിടെ ഇട്ടതും മാധവൻ്റെ കാർ ഉപയോഗിച്ചതും നിങ്ങളെ വഴിതിരിക്കാനായിരുന്നു. അപ്പോൾ നീ തന്നെയാണ് എല്ലാം ചെയ്തത് അല്ലേ ഡോക്ടർ അനിത? ദേവനാഥ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുഖം മൂടി മാറ്റിയപ്പോൾ അവിടെ നിന്നത് മറ്റാരുമായിരുന്നില്ല, കേസിൻ്റെ ഫോറൻസിക് ഓഫീസർ ഡോക്ടർ അനിതയായിരുന്നു. അനിത ഞെട്ടിപ്പോയി. നീ നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ദേവനാഥ് ചിരിച്ചു. നീ ഒരു വലിയ തെറ്റ് വരുത്തി അനിത. സിദ്ധാർത്ഥിൻ്റെ നെറ്റിയിലെ എക്സ് അടയാളം പക്ഷിയുടെ ചോരയാണെന്ന് നീയാണ് റിപ്പോർട്ട് നൽകിയത്. അങ്ങനെ ഒരു കെമിക്കൽ പരിശോധന നടത്താൻ ദിവസങ്ങൾ വേണം. പക്ഷേ നീ മണിക്കൂറുകൾക്കുള്ളിൽ അത് പറഞ്ഞു. കാരണം ആ ചോര അവിടെ പുരട്ടിയത് നീ തന്നെയായിരുന്നു. കൂടാതെ സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിൽ പ്രതിരോധിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഇല്ലെന്ന് നീ പറഞ്ഞത് റോണിയെ കുടുക്കാനായിരുന്നു. അനിത പെട്ടെന്ന് മീരയെ തള്ളിമാറ്റി ദേവനാഥിന് നേരെ തോക്ക് ചൂണ്ടി. സമ്മതിച്ചു ദേവൻ, പക്ഷേ ഈ ഡയറിയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. നിന്നെ ഞാൻ... അനിത ട്രിഗർ അമർത്തുന്നതിനു മുൻപ് ഇരുട്ടിൽ നിന്ന് ഒരു വെടിയൊച്ച കേട്ടു. അനിതയുടെ കയ്യിലെ തോക്ക് തെറിച്ചുപോയി. ഇരുട്ടിൽ നിന്ന് CBI സംഘവും ജോയിന്റ് ഡയറക്ടർ മാധവനും തോക്കുകളുമായി പുറത്തേക്ക് വന്നു. ദേവനാഥ് ഒറ്റയ്ക്കല്ല വന്നത്. ബോട്ട്യാർഡിന് ചുറ്റും CBI ഫോഴ്സ് നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദേവനാഥിൻ്റെ ഷർട്ടിലെ ബട്ടണിൽ ഒരു രഹസ്യ മൈക്രോഫോൺ ഉണ്ടായിരുന്നു. അതിലൂടെ അനിതയുടെ കുറ്റസമ്മതം മുഴുവൻ മാധവനും സംഘവും കേൾക്കുന്നുണ്ടായിരുന്നു. അനിതയെ പോലീസ് വിലങ്ങ് വെച്ചു. തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത സിദ്ധാർത്ഥിൻ്റെ ലാപ്ടോപ്പും യഥാർത്ഥ ചുവന്ന ഡയറിയും അനിതയുടെ വീട്ടിൽ നിന്ന് പിന്നീട് CBI കണ്ടെടുത്തു. മാധവൻ ദേവനാഥിൻ്റെ തോളിൽ തട്ടി. നല്ല ജോലി ദേവൻ, നീ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനം രക്ഷിച്ചു. എൻ്റെ മകൻ ചെയ്ത തെറ്റുകൾക്ക് അവൻ ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷേ കൊലപാതകത്തിൽ നിന്ന് അവനെ രക്ഷിച്ചത് നിന്റെ ബുദ്ധിയാണ്. അടുത്ത കേസിൻ്റെ ഫയലുകൾ മേശപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ദേവനാഥിൻ്റെ മുഖത്ത് ഒരു ആശ്വാസ ചിരി വിരിഞ്ഞു.